ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ഫോം എഴുതിയിരുന്നു. അതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്ത് ഒരു സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ എങ്ങനെ കണ്ടെത്താം എന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത വേവ് ഫംഗ്ഷൻ ഒന്ന് കാണിക്കാം. ഇതാണ് നമുക്ക് വേവ് ഫംഗ്ഷൻ അല്ല, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു കിട്ടിയത്. -h⁻² d² ψx/dx² + u(x) × ψ = E(ψ). ഇവിടെ ψ എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഇവിടെയൊക്കെ എക്സിൻ്റെ ഫംഗ്ഷനാണ്. ഇവിടെ എക്സ് എഴുതാൻ വിട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഓവറോൾ എല്ലാ ψ(x) എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്, പൊസിഷൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഇതാണ് എന്ത് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഇനി നമുക്ക് ഒരു പാർട്ടിക്കിളിനെ ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു പാർട്ടിക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യൽ എന്താണ്? ഒരു വേവ് ആയിട്ടാണ്. അപ്പോൾ ആ പാർട്ടിക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മുകളിൽ പറഞ്ഞ ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, റൈറ്റ് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വിത്ത് u(x) ഫോർ ദ ഗിവൺ സിസ്റ്റം. അതായത് u(x) എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. നമ്മൾ മേലെ കാണിച്ച ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, ഇതിൽ u(x) എന്നുള്ള സ്ഥാനത്ത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കറസ്പോണ്ടിങ് ആയ പൊട്ടൻഷ്യൽ എനർജി എന്താണോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില സമയത്ത് ഡിസ്കണ്ടിന്യൂസ് ആയ പൊട്ടൻഷ്യൽ എനർജി ഒക്കെ ഉണ്ടാവും. അതായത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് x = 0, ഇവിടെ ഇത് എക്സ് നെഗറ്റീവാണ്, ഇവിടെ എക്സ് പോസിറ്റീവ്. അപ്പോൾ ഇവിടുത്തെ u(x) ഇങ്ങനെയാണ്. എക്സ് 0-നേക്കാൾ ചെറുതാവുന്ന സമയത്ത് u(x) ഇങ്ങനെയാണ്. എക്സ് 0-നേക്കാൾ ഗ്രേറ്റർ ആവുന്ന സമയത്ത് u(x) ഇതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങോട്ടാണ് മാറുന്നുണ്ട്. ഇതൊരു ഡിസ്കണ്ടിന്യൂസ് ചേഞ്ചാണ്. അപ്പോൾ നമ്മളെങ്ങനെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുക? ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? x > 0 എന്നുള്ള ഭാഗത്ത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുക. ആദ്യം x < 0 ഈ സൈഡിലുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുക. അതായത് ഫോർ x < 0, അതായത് എക്സ് നെഗറ്റീവ് ആവുന്ന വാല്യൂകളിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും? ഇവിടുത്തെ ഇതായിരിക്കും. സപ്പോസ് ദിസ് ഈസ് u(1x), ദിസ് ഈസ് u(2x). ഇവിടുത്തത് കൊടുക്കുക -h⁻² d² ψ/dx² + u(1x) × ψ(x) = ψ(x). ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഫോർ x < 0. ഇനി x > 0ൽ ഇങ്ങനെ കൊടുക്കുക. ഫോർ x < 0 ആ ഭാഗത്ത് എന്ത് കൊടുക്കുക? ഇതേ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ തന്നെ പൊട്ടൻഷ്യൽ എനർജീൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുക. കാരണം ഇത് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് പൊട്ടൻഷ്യൽ എനർജി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോം ചെയ്ത് വെച്ചു ഒന്നാമത്തെ സ്റ്റെപ്പിൽ. ഇനി എന്ത് ചെയ്യുക? രണ്ടാമത്തിൽ സോൾവ് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വിത്ത് സ്യൂട്ടബിൾ മാത്തമാറ്റിക്കൽ ടെക്നിക്ക്. നമ്മൾ മേലെ ഫോം ചെയ്ത ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതെന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് സോൾവ് ചെയ്യാൻ പ്രത്യേക ടെക്നിക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ സിസ്റ്റത്തിനനുസരിച്ച് ടെക്നിക്കുകൾ മാറാം. അപ്പോൾ ഒറ്റ ജനറൽ ടെക്നിക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ടെക്നിക്ക് നമ്മളെ സിസ്റ്റത്തിൻ്റെ നമുക്ക് സോൾവബിളായ മാത്തമാറ്റിക്കലായ എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ആ ഒരു ഷ്രോഡിഞ്ചർ ഇക്വേഷനെ സോൾവ് ചെയ്യുക. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? വി വിൽ ഗെറ്റ് സൊല്യൂഷൻ. എന്ത് ചെയ്യും? നമുക്ക് ψ(x) എന്നത് സൊല്യൂഷനായിട്ട് കിട്ടും. ഇവിടെ ഏതാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഇതല്ലേ. ഇവിടുത്തെ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഈ ψ(x) കണ്ടെത്തുക. ഈ ψ(x) സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു ഇക്വേഷനാണ്, ഡിഫറൻഷ്യൽ ഇക്വേഷനാണിത്. ഇത് സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഇതിലെ ψ(x) കണ്ടെത്തലാണ്. അപ്പോൾ അത് കണ്ടെത്തലാണ് ഇവിടുത്തെ സോൾവ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ്, യൂസ് ബൗണ്ടറി കണ്ടീഷൻസ് ടു ഗെറ്റ് ആർബിട്രറി കോൺസ്റ്റൻസ് ഇൻ ദ സൊല്യൂഷൻ. അപ്പോൾ ഇതൊക്കെ മാത്തമാറ്റിക്സിൽ നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്, നമുക്ക് ഒരു തവണ ψ(x) കിട്ടിയാൽ അതിൽ അൺനോൺ കോൺസ്റ്റൻറ്റുകൾ ഉണ്ടാവും. നമ്മുടെ ഫംഗ്ഷൻ്റെ കോയിഫിഷ്യൻ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ആ അൺനോൺ കോൺസ്റ്റൻറ്റുകൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ വെച്ചിട്ട് കണ്ടെത്തേണ്ടി വരും. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിലെ
ബൗണ്ടറികളിൽ ഇന്ന എക്സ് 0 ആവുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സിൻ്റെ ബൗണ്ടറി വാല്യൂ കൊടുക്കുമ്പോൾ സൈക്ക് ഇത്ര ആയിരിക്കും വാല്യൂ എന്നുള്ള കണ്ടീഷൻ കൊടുക്കുമ്പോൾ അതിനുള്ള കോൺസ്റ്റൻറ്റുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാവും. ഇനി നമ്മൾ ഡീൽ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മളെ രണ്ട് ഏരിയയിലും സെപ്പറേറ്റ് ആയി ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതണമെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് സൊല്യൂഷൻ കിട്ടും ഇവിടെ. എങ്ങനെ ഏതുപോലെ? ഇതിപ്പോൾ സപ്പോസ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെയാണ്, എക്സ് ഈക്വൽ ടു 0നേക്കാൾ താഴെയുള്ളടത്ത് പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെയാണ്, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആണ് പൊട്ടൻഷ്യൽ എനർജി, കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യല്ല. ഇങ്ങനെയാണ് മാറുകയാണെങ്കിൽ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് മാറുകയെന്ന് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇങ്ങനെ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടില്ലേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് യു ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു u1 ഓഫ് എക്സ് ആണ് ഇവിടെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ്, അതായത് ഈ ഭാഗത്ത് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ യു ഓഫ് എക്സ് എന്താണ്, u2 ഓഫ് എക്സ് ആണ്. അതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് യു ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് യു ഓഫ് എക്സ്. രണ്ടും ഭാഗത്തുനിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടുകയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് എന്ന് പറയാം. ഇവിടെ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഈ ഒരു കേസിൽ അപ്പോൾ അങ്ങനത്തെ കേസ് നമ്മൾ എക്സാമ്പിളായിട്ട് ചെയ്യും, അപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ കണ്ടിന്യൂറ്റി കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു പേനറ്റ് വരയ്ക്കുമ്പോൾ അത് ഒറ്റ വരക്കാണ് കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടെ വെച്ച് മുറിക്കേണ്ടി വരും. പേന ഇവിടെ നിന്ന് എടുത്ത് പിന്നെ ഇവിടെ നിന്ന് വരക്കേണ്ടി വരും. അതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇവിടെ ഇപ്പോൾ എക്സ് 0നേക്കാൾ ചെറുതാവുന്ന സമയത്ത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എങ്ങനെ വരിക? -h×2/2m d² ψ1/dx². അപ്പോൾ ഇവിടുത്തെ ഈ ഒരു റീജിയനിലെ വേവ് ഫംഗ്ഷൻ ψ1 നമ്മൾ വിളിച്ചു. അത് ലേബലിംഗ് ആണ്, നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ്. കാരണം രണ്ടും ഒന്നാവാൻ പാടില്ലല്ലോ. ഇവിടെ വേറെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് കിട്ടുക, ഇവിടെ വേറെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് കിട്ടുക. അപ്പോൾ രണ്ട് സൊല്യൂഷനും വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നാമത്തെ ഇവിടുത്തെ സൊല്യൂഷനെ ψ1 എന്ന് വിളിച്ചു. -h×2/2m d² ψ1/dx² പ്ലസ് u1 ഓഫ് എക്സ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി u1 ഓഫ് എക്സ് ആണ്. ഇൻറ്റു ψ1 ഈക്വൽ ടു u ψ1. ഈ റീജിയനിലെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുമ്പോൾ -h×2/2m d² ψ2/dx² പ്ലസ് പൊട്ടൻഷ്യൽ എനർജി u2x ഇൻറ്റു ψ2 ഈക്വൽ ടു e ψ2. ഇനി എന്ത് ചെയ്യുക? രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുക? ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ψ1 കിട്ടും സൊല്യൂഷനായിട്ട്, ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ ψ2 കിട്ടും. പൊട്ടൻഷ്യൽ എനർജി ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആണ്. പക്ഷേ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. വേവ് ഫംഗ്ഷൻ കിട്ടുമ്പോൾ അത് ഇങ്ങനെയൊന്നും പറ്റില്ല. പകരം ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുന്നതാവണം. ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നുണ്ടല്ലോ. അപ്പോൾ വേവ് ഫംഗ്ഷൻ ഏത് സമയത്തും എല്ലാ ബൗണ്ടറിയിലും എന്താവണം? കണ്ടിന്യൂസ് ആയിരിക്കണം. അതാണ് പറയുന്നത്. വി മസ്റ്റ് അപ്ലൈ കണ്ടിന്യൂറ്റി കണ്ടീഷൻ ഓൺ ψ ഓഫ് എക്സ് അറ്റ് ദ ബൗണ്ടറി ബിറ്റ്വീൻ റീജിയൻ. പൊട്ടൻഷ്യൽ എനർജി ബൗണ്ടറിയിൽ ഡിസ്കണ്ടിന്യൂസ് ആയാൽ പോലും വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം? ബൗണ്ടറിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ വേവ് ഫംഗ്ഷൻ മാത്രമായാൽ പോരാ, ഡെറിവേറ്റീവ് ഓഫ് വേവ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആവണം. dψ/dx ഷുഡ് ബി കണ്ടിന്യൂസ്. അതാണ് അപ്പോഴേ നമുക്കൊരു അതൊക്കെയാണ് എന്ത്, അത് അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ്റെ കണ്ടീഷനുകളുണ്ട്. അതിൽ പെട്ടതാണ് എന്ത്, വേവ് ഫംഗ്ഷൻ ബൗണ്ടറിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം, അതുപോലെ ഡെറിവേറ്റീവും കണ്ടിന്യൂസ് ആയിരിക്കണം. ഇനി അഞ്ചാമത്തെ കണ്ടീഷൻ, ഫോർ എ വേവ് ഫംഗ്ഷൻ ഡിസ്ക്രൈബിങ് സിംഗിൾ പാർട്ടിക്കിൾ ദ പ്രോബബിലിറ്റി സമ്മിഡ് ഓവർ ഓൾ ദ ലൊക്കേഷൻ മസ്റ്റ് ഗിവ് 1. അതായത് നമ്മൾ ഒരു പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷനാണ് കിട്ടുന്നത് നമുക്ക്, ഒരു പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ. അപ്പോൾ ഈ പാർട്ടിക്കിൾ നമ്മളെന്ത് ചെയ്തു? ഈ പാർട്ടിക്കിൾ സ്പേസിൽ നമ്മൾ എക്സിൻ്റെ കോർഡിനേറ്റ് -∞ മുതൽ +∞ വരെ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ -∞ മുതൽ +∞ വരെയുള്ള റീജിയനിൽ ഈ പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യത എന്താണ്? 1 ആണ്. എന്താ സംശയം? എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കാണൂലേ. അപ്പോൾ അതാണ് ഈ ഇത് പറയുന്നത്. ഫോർ എ വേവ് ഫംഗ്ഷൻ ഡിസ്ക്രൈബിങ് സിംഗിൾ പാർട്ടിക്കിൾ ദ പ്രോബബിലിറ്റി സമ്മിഡ് ഓവർ ഓൾ ദ ലൊക്കേഷൻ മസ്റ്റ് ഗിവ് 1.
അതായത് ഇവിടെ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് പറയുമ്പോൾ നമ്മൾ മുമ്പ് കഴിഞ്ഞ ചാപ്റ്ററിലെ അവസാനത്തെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു പ്രോബബിലിറ്റി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ എഴുതുക? പ്രോബബിലിറ്റി ഡെൻസിറ്റി പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് സൈ ഓഫ് എക്സ് സ്ക്വയർ ആണ്. ഇതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. അപ്പോൾ ഇതിന് പ്രത്യേക മീനിങ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഒബ്സർവിങ് ദ പാർട്ടിക്കിൾ ബിറ്റ്വീൻ എക്സ് ആൻഡ് ഡി എക്സ്, അതായത് ഇതാണ് നമ്മളെ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വെക്കുക. ഇവിടെ നിശ്ചിത പോയിൻ്റ് എക്സ്, ഈ എക്സിനും ഇതാണെന്ത് എക്സ് പ്ലസ് ഡി എക്സ്. ഇതിൻ്റെ ഇടയ്ക്ക്, അതായത് നമ്മുടെ പാർട്ടിക്കിൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യത, അതാണ് പ്രോബബിലിറ്റി ഓഫ് ഒബ്സർവിങ് ദ പാർട്ടിക്കിൾ ബിറ്റ്വീൻ, അതായത് ഈ റീജിയനിൽ എക്സിനും എക്സ് പ്ലസ് ഡി എക്സിന് ഇടയ്ക്കുള്ള റീജിയൻ. എക്സ് എവിടെയും ആവാം. അപ്പോൾ ഇൻ ജനറൽ ഒരു എക്സ് എന്നുള്ള പോയിൻ്റ്, അതിൻ്റെ അടുത്തൊരു പോയിൻ്റ് എക്സ് പ്ലസ് ഡി എക്സ്, അതിൻ്റെ ആ എക്സിൻ്റെയും എക്സ് പ്ലസ് ഡി എക്സിൻ്റെയും ഇടയ്ക്കുള്ള ഡി എക്സ് എന്നൊരു സ്പേസ് ആണുള്ളത്. ഈ ഒരു ദൂരം എന്ന് പറഞ്ഞാൽ ഡി എക്സ് അല്ലേ. ആ ഒരു റേഞ്ചിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിനെ പറയുന്ന പ്രോബബിലിറ്റിയാണെന്ത്? പി ഓഫ് എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സൈ എക്സ് സ്ക്വയർ ഡി എക്സ്. അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റിനെ നമ്മൾ ഡി എക്സ് ഇതാക്കുക. അതായത് ഇതാ എക്സ് എന്നുള്ള ഈ ഒരു പോയിന്റിലെ ഇവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ്. അതിനെ ഡി എക്സ് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് എന്ത് കിട്ടുക? ആ ഒരു സ്മോൾ റേഞ്ചിലുള്ള പ്രോബബിലിറ്റി പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യത കിട്ടുന്നത്. ഇനി നമ്മൾ എൻ്റയർ സ്പേസിലുള്ള പ്രോബബിലിറ്റി കാണാൻ എന്താ ചെയ്യുക? പ്രോബബിലിറ്റി ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി ടു ഫൈൻഡ് ദ പാർട്ടിക്കിൾ ഇൻ ദ എൻ്റയർ സ്പേസ്. അതായത് ഓവറോൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ, ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ അറ്റം മൈനസ് ഇൻഫിനിറ്റി ആണ്, പ്ലസ് ഇൻഫിനിറ്റി, ഇതിൻ്റെ ഇടയ്ക്ക് മൊത്തം പാർട്ടിക്കിൾ കാണാനുള്ള പ്രോബബിലിറ്റി നമുക്ക് അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഈ ഒരു ഇതുണ്ടല്ലോ ഡി എക്സ്, പി ഓഫ് എക്സ് ഡി എക്സ്, അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. എവിടുന്ന് എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടേണ്ടത് നമുക്ക്? ഇതിനാണ് അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. മോഡുലസ് ഓഫ് സൈ എക്സ് സ്ക്വയർ ഡി എക്സ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. അത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ടോട്ടൽ പ്രോബബിലിറ്റി കിട്ടും. പാർട്ടിക്കിളിൻ്റെ ഇതിൻ്റെ അടുക്കും മൈനസ് ഇൻഫിനിറ്റിയും, അതായത് എവിടെ ഈ ഒരു എൻ്റയർ സ്പേസിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി അതെന്താണ്? ടോട്ടൽ പ്രോബബിലിറ്റി ഒന്നായിരിക്കും. നമ്മളിപ്പോൾ ഒരു പാർട്ടിക്കിളിനെ ഒരു ബോക്സിൻ്റെ ഉള്ളിലിട്ടാൽ ആ ബോക്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കാണാനുള്ള പ്രോബബിലിറ്റി എന്താ? ഒന്നാണ്. ആ ബോക്സിൻ്റെ ഉള്ളിലെ ചെറിയ റീജിയനിൽ കാണാനുള്ള പ്രോബബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. ബോക്സ് മൊത്തം നമ്മൾ തരുമ്പോൾ എന്തായാലും ആ പാർട്ടിക്കിളിനെ കാണുമല്ലോ. അപ്പോൾ പ്രോബബിലിറ്റി ഒന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൽ പറയുന്നത് എന്താണ്? ഫോർ എ വേവ് ഫംഗ്ഷൻ ഡിസ്ക്രൈബിങ് സിംഗിൾ പാർട്ടിക്കിൾ ദ പ്രോബബിലിറ്റി സമ്മഡ് ഓവർ ഓൾ ദ ലൊക്കേഷൻ മസ്റ്റ് ഗിവ് 1. അപ്പോൾ നമുക്കൊരു വേവ് ഫംഗ്ഷൻ കിട്ടുമ്പോൾ, നമ്മൾ ശ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമുക്കൊരു വേവ് ഫംഗ്ഷൻ കിട്ടുമ്പോൾ അത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മുടെ ആ കിട്ടിയ വേവ് ഫംഗ്ഷനെ എൻ്റയർ സ്പേസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതെന്താവണം? ഒന്നാവണം. ഈ ഒരു ഇങ്ങനെ ഈ ഓവറോൾ സ്പേസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് കിട്ടും. ഒന്ന് കിട്ടണം. ഈ ഒരു കണ്ടീഷന് നമ്മൾ പറയുന്ന പേരാണെന്ത്? നോർമലൈസേഷൻ കണ്ടീഷൻ. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ വേവ് ഫംഗ്ഷൻ ഷുഡ് ബി നോർമലൈസബിൾ. സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു വേവ് ഫംഗ്ഷനാണ് കിട്ടിയത്. സൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ റേസ് ടു മൈനസ് കെ എക്സ്, ഇങ്ങനെ ഒരു വേവ് ഫംഗ്ഷൻ കിട്ടി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക?
അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതിനെ ഈ ഒരു നോർമലൈസേഷൻ കണ്ടീഷൻ കൊടുത്താൽ നമുക്ക് എ കണ്ടെത്താൻ പറ്റൂലേ? ഇങ്ങനെ കൊടുക്കുക, മോഡ് ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ഈ പ്രോബബിലിറ്റി -∞ മുതൽ +∞ വരെയുള്ള പ്രോബബിലിറ്റി 1 ആവണം. അപ്പോൾ ഈ വേവ് ഫംഗ്ഷൻ ഇപ്പോൾ ഇതിൻ്റെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചില വേവ് ഫംഗ്ഷൻ്റെ അങ്ങനെ ചെയ്യാം. ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് എ കണ്ടെത്താൻ പറ്റും. അപ്പോൾ എനിവേ ഇവിടെ സൂട്ടബിളായ വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? ഇവിടെ സൂട്ടബിളായ വേവ് ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ അത് നമുക്കിവിടെ കൊടുത്തിട്ട് ഇങ്ങനെ 1 ഈക്വൽ ടു 1 നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനത്തെ വേവ് ഫംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കുക? നോർമലൈസബിൾ. അതായത് വാട്ട് ഈസ് നോർമലൈസബിലിറ്റി? the probability to find the total probability to find the particle to find the overall space should be 1. അതാണ് ആ ഒരു കണ്ടീഷനെ നമ്മൾ എന്ത് വിളിക്കുക? നോർമലൈസബിലിറ്റി കണ്ടീഷൻ. എ വേവ് ഫംഗ്ഷൻ ഷുഡ് ബി നോർമലൈസബിൾ. ഓക്കെ, ഇനി അടുത്ത ഒരു കണ്ടീഷന് വേവ് ഫംഗ്ഷൻ ഷുഡ് ബി ഫൈനൈറ്റ് എവരിവെയർ. എനി സൊല്യൂഷൻ ദാറ്റ് ബിക്കംസ് ഇൻഫിനിറ്റി മസ്റ്റ് ബി ഡിസ്കാർഡഡ്. വേവ് ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കണം? ഫൈനൈറ്റ് ആയിരിക്കണം. അപ്പോൾ ഇൻഫിനിറ്റി വരുന്ന ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇൻഫിനിറ്റി വരുന്നുണ്ടെങ്കിൽ ആ ഒരു ടേം നമ്മൾ ഒഴിവാക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ വി ഹാവ് സൊല്യൂഷൻ psi of x ഈസ് ഈക്വൽ ടു a e raised to kx പ്ലസ് b e raised to minus kx. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ x ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുത്താൽ ഈ ടേം ബ്ലോ അപ്പ് ചെയ്യും, ഇൻഫിനിറ്റി ആവും. അപ്പോൾ ആ സമയത്ത് ഇതിനെ നമുക്ക് ആ ഒരു സാഹചര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എക്സ് ഈക്വൽ ടു -∞ ആണെങ്കിലോ ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകും ഈ ടേം. അപ്പോൾ ഇങ്ങനത്തെ സൊല്യൂഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? സൊല്യൂഷനെ നമ്മൾ 2 റീജിയനായിട്ട് ചെയ്യുക. ഫോർ എക്സ് <0, എക്സ് നെഗറ്റീവ് ആവുന്ന വേളയിൽ ഏത് സൊല്യൂഷൻ നമുക്ക് എടുക്കാം? ഈ സൊല്യൂഷൻ എടുക്കാം. psi of x ഈസ് ഈക്വൽ ടു എക്സ് നെഗറ്റീവ് ആവുന്ന വേളയിൽ നമുക്ക് എന്ത് ചെയ്യാം? b ഈക്വൽ ടു 0 എന്ന് പറയാം. കാരണം എന്താ? എക്സ് നെഗറ്റീവ് ആവുന്ന സമയത്ത് എക്സ് -∞ പോയാൽ ഈ ടേം എന്താവും? അവിടെ -∞ കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ ടേം ഇൻഫിനിറ്റി ആയി പോവും. അപ്പോൾ ഇൻഫിനിറ്റി ആവാൻ പാടില്ല, എപ്പോഴും ഫൈനൈറ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ എക്സ് <0, എക്സ് നെഗറ്റീവ് ആവുന്ന സമയത്ത് ഈ സൊല്യൂഷൻ ഇതിനെ ഒഴിവാക്കുക. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ കോൺസ്റ്റൻറ്റ് b ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ മതി. എക്സ് <0 ആവുന്ന സമയത്ത് psi of x അപ്പോൾ സൊല്യൂഷൻ എന്താണ്? a e raised to kx. അപ്പോൾ ഇവിടെ ഇപ്പോൾ എക്സ് ഈക്വൽ ടു -∞ കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. ഇതിലിപ്പോൾ എക്സ് ഈക്വൽ ടു -∞ ആണെങ്കിൽ എന്താ? psi of x ടെൻസ് ടു -∞. അങ്ങനെയാണെങ്കിൽ psi of x ടെൻസ് ടു 0 ആണ്, പ്രശ്നമില്ല. പിന്നെ ഇവിടെ എക്സ് ഇൻഫിനിറ്റി ഇവിടെ ഉണ്ടാവില്ലല്ലോ, കാരണം എക്സ് <0 എന്നുള്ള ആ ഒരു റീജിയനത്തെ സൊല്യൂഷൻ മാത്രമാണിത്. ഓക്കെ, ഇനി എക്സ് > 0 ആണെങ്കിൽ ഇതിലിപ്പോൾ ഏതോ ഒഴിവാക്കേണ്ടി വരും? എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് ഈ ടേം ബ്ലോ അപ്പ് ചെയ്യും, ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഈ ടേമിനെ അവിടെ നിന്ന് ഒഴിവാക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് കോൺസ്റ്റൻറ്റ് 0 ആക്കണം? സെറ്റ് ദ കോൺസ്റ്റൻറ്റ് a ഈക്വൽ ടു 0. അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. psi of x ഈസ് ഈക്വൽ ടു എന്താവും? b e raised to minus kx. അപ്പോൾ ഇവിടെ ഇപ്പോൾ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ psi of x എന്താവും? b e raised to -∞ ആവും, ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. അപ്പോൾ psi of x ടെൻസ് ടു 0 ആണ്. എക്സ്പോണൻറ്റിൻ്റെ എക്സ്പോണൻഷ്യൽ ഫാക്ടർ ഉണ്ടല്ലോ, അതിൻ്റെ പവറിൽ നെഗറ്റീവ് ക്വാണ്ടിറ്റി നെഗറ്റീവ് ഇൻഫിനിറ്റി ആണെങ്കിൽ അത് 0 ആണ്. അങ്ങനെയല്ലേ? നമ്മളിപ്പോൾ സാധാരണ നമ്പറിൻ്റെ എടുക്കൂലേ? 1/∞ എന്ന് പറഞ്ഞാൽ 0 അല്ലേ? അതുപോലെ തന്നെ 1/e raised to -∞ എന്ന് പറഞ്ഞാൽ എന്താ? 1/e raised to ∞ ആണ്. അതെന്ന് പറഞ്ഞാൽ 0 ആണ്. e raised to ∞ പറഞ്ഞാൽ 0 ഇൻഫിനിറ്റി ആണ്. അപ്പോൾ 1/∞ ആയതുകൊണ്ട് 0 ആണത്.
നമ്മൾ ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, തുടക്കം മുതലാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം സ്രോഡിഞ്ചർ ഇക്വേഷനിൽ UFX കൊടുത്തിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്രോഡിഞ്ചർ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുക, പിന്നെ അതിനെ സൂട്ടബിൾ മാത്തമാറ്റിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ച് സോൾവ് ചെയ്യുക, പിന്നെ ബൗണ്ടറി കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് അതിലുള്ള കോൺസ്റ്റൻറ്റുകൾ കണ്ടെത്തുക, പിന്നെ രണ്ട് പാർട്ടുള്ള സൊല്യൂഷൻ ആണെങ്കിൽ, അതായത് പൊട്ടൻഷ്യൽ എനർജി ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ഇവിടെ ഒരു സൊല്യൂഷൻ കിട്ടും, ഇവിടെ ഒരു സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ആ സൊല്യൂഷൻ എന്താവണം? സൊല്യൂഷൻ ഷുഡ് ബി കണ്ടിന്യൂസ് ആയിരിക്കണം. പിന്നെ അഞ്ചാമത്തെ കണ്ടീഷൻ, ഫോർ വേവ് ഫംഗ്ഷൻ ഡിസ്ക്രൈബിങ് സിംഗിൾ പാർട്ടിക്കിൾ ദ പ്രോബബിലിറ്റി സമ്മഡ് ഓവർ ഓൾ ദ ലൊക്കേഷൻ മസ്റ്റ് ഗിവ് 1. ഈ ഒരു കണ്ടീഷൻ നമ്മൾ വിളിച്ച പേര് നോർമലൈസബിലിറ്റി എന്നാണ്. പിന്നെ വേവ് ഫംഗ്ഷൻ ഷുഡ് ബി ഫൈനൈറ്റ് എവരിവെയർ, ഇൻഫിനിറ്റി ആവാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ സ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഓവറോൾ ഇതാക്കി വേവ് ഫംഗ്ഷൻ്റെ കണ്ടീഷനുകൾ എഴുതുകയാണെങ്കിൽ എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ കൊടുക്കണം? വേവ് ഫംഗ്ഷൻ ഷുഡ് ബി ഫൈനൈറ്റ്. ഒരു വേവ് ഫംഗ്ഷൻ അക്സെപ്റ്റബിൾ ആവണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ വേണം? അപ്പോൾ ഫൈനൈറ്റ് ആവണം. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ചെറുതാക്കി കൺക്ലൂഡ് ചെയ്തുകയാണെങ്കിൽ ഫൈനൈറ്റ് ആയിരിക്കണം അറ്റ് ഓൾ പോയിൻറ്റ് ഓഫ് അലോഡ് റീജിയൻസ് ഓഫ് സ്പേസ്. പിന്നെ psi of x ഷുഡ് ബി കണ്ടിന്യൂസ്. പിന്നെ dψ/dx ഡെറിവേറ്റീവും എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. പിന്നെ അടുത്തത് നോർമലൈസബിൾ ആവണം. നോർമലൈസബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പ്രോബബിലിറ്റിയും ഒരു ഓവറോൾ എൻ്റയർ സ്പേസിൽ പ്രോബബിലിറ്റി കണ്ടെത്തിയാൽ സം ഓഫ് പ്രോബബിലിറ്റി ടു ഫൈൻഡ് ഓൾ ദ സ്പേസ് ഷുഡ് ബി 1. പിന്നെ ഒരു കണ്ടീഷൻ ഉള്ളത് സിംഗിൾ വാല്യൂഡ് ആവണം. സിംഗിൾ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ രണ്ട് വേവ് ഫംഗ്ഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേവ് ഫംഗ്ഷൻ ഇവിടെ വേണം. രണ്ട് വേവ് ഫംഗ്ഷൻ പാടില്ല. അതാണ് സിംഗിൾ വാല്യൂഡ്. അപ്പോൾ സാധാരണ അത് റിലേഷൻ ആൻഡ് ഫംഗ്ഷനിലൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ് സിംഗിൾ വാല്യൂഡ് എന്നൊക്കെ ഉള്ളത്. ഒരു പോയിന്റിൽ രണ്ട് വാല്യൂ പാടില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം.